ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽസ് ഓഫ് മാനേജേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Decision making is very important and complex process. Decision making is the process of evaluating options and selecting the best course of action. Good decision makers are able to identify the key issue, gather relevant information, weigh the pros and cons, and make a choice that advances their goal. Every level of manager has authority and responsibility to take suitable decision to achieve the objective of the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു നല്ല ഡിസിഷൻ അത്യാവശ്യമാണ്. അത് നമ്മൾ ഇതിനു മുന്നേ ധാരാളം ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെ ടൈപ്പ് ഡിസിഷൻസ് ഉണ്ടെന്നും ഡിസിഷൻ എത്രത്തോളം ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മാനേജേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഓട്ടോക്രാറ്റിക് decision making style. Autocratic decision making is a leadership style where a leader make decision unilaterally without consulting their team or seeking contribution from subordinate. അതായത് ഒരു ലീഡർ ഉണ്ടാവും, ആ ലീഡർ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, മറ്റുള്ളവരുടെ സഹകരിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കാതെയും ഡിസ്കസ് ചെയ്യാതെയും അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കാതെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുക ആ ഒരു ഡിസിഷൻ എടുക്കുക. ദ മാനേജർ മെയിൻറ്റെയിൻ കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിസിഷൻ ആൻഡ് വൺസ് ഇറ്റ് മെയ്ഡ്. മാനേജേഴ്സ് ഇമ്പോസ് ഇറ്റ് ആൻഡ് എക്സ്പെക്ട് കംപ്ലയൻസ്. ദിസ് സ്റ്റൈൽ ഈസ് ഓഫൺ കമ്പയർഡ് ടു ദ ഡിക്റ്റേറ്റർഷിപ്പ് വേർ ദ മാനേജേഴ്സ് ഡിസിഷൻസ് ആർ റാപ്പിഡ് ആൻഡ് ബൈൻഡിങ്. അതായത് ഒരു ഡിസിഷൻ മാനേജർ എടുക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് അത് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുക. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ഓർ മാനേജേഴ്സ് മേക്ക് ഓൾ മേജർ ഡിസിഷൻ ദംസെൽഫ് വിത്തൗട്ട് ഇൻവോൾവിങ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യാണ്ട് എല്ലാ മേജർ ഡിസിഷൻസും അവർ തന്നെ എടുക്കുന്നു. ലീഡർ ഓർ മാനേജർ യൂസിങ് ദിസ് സ്റ്റൈൽസ് ടു ഓപ്പറേറ്റ് ലൈക്ക് ഡിക്റ്റേറ്റർ. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ആർ നോൺ ആസ് മേക്കിംഗ് ഡിസിഷൻ സ്പീഡ്ലി ആസ് ദേ ഡു നോട്ട് റിക്വയർ കൺസെൻസസ് ഓർ ലെങ്തി ഡെലിബറേഷൻ. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് എന്താണോ ശരി തോന്നുന്നത് ആ രീതിയിലുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഇതിൽ ഫുൾ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് തന്നെ ആയിരിക്കും. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ സ്വീപ്ലി. ദിസ് സ്റ്റൈൽ ഓഫർ നോ ഓപ്പർച്യൂണിറ്റി ഫോർ പാർട്ടിസിപ്പൻറ്റ് ഇൻവോൾവ്. The leader make all the decision. Critical knowledge is kept to themselves and they lay down the law. അവരുടെ നോളജ് വെച്ചിട്ട് സ്വയം അവർ ഡിസിഷൻസ് എടുക്കുന്നു. ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ലെസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹൈറാർക്കി ആർ കൺസൾട്ടഡ് ഇൻ ഓട്ടോക്രാറ്റിക് സ്കെയിൽ. ദ മാനേജ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ഓഫർ ഇൻപുട്ട് ബിക്കോസ് ദ ലീഡർ ഈസ് ദ ഓൺലി വൺ ഹു ടേക്ക് ഡിസിഷൻ. ദിസ് എൻഷുർ ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഈ രീതിയിൽ ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു തീരുമാനമോ അഭിപ്രായമോ ഒന്നും കണക്കിലെടുക്കണ്ട. അതുകൊണ്ട് ആ മാനേജറിന് വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു. ഒപ്പീനിയൻ ഓഫ് ദ സബോർഡിനേറ്റ്സ് ഈസ് നോട്ട് നെസസറി വൈൽ ടേക്കിംഗ് ഡിസിഷൻ. അതായത് സബോർഡിനേറ്റിൻ്റെ ഒപ്പീനിയൻ ആവശ്യമില്ല അവിടെ. എ സിംഗിൾ ഇൻഡിവിജ്വൽ മേക്ക് ഡിസിഷൻ സോ ദർ ഈസ് ഓഫൺ ഗ്രേറ്റർ കൺസിസ്റ്റൻസി ഇൻ ദ ഡയറക്ഷൻ ആൻഡ് അപ്രോച്ച് ടേക്കൺ ബൈ ദം. ഇത് ഒരാൾ ആ ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, അതായത് വേറുള്ളവരുടെ അഭിപ്രായമോ കൺഫ്യൂഷനോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ദിസ് സ്റ്റൈൽ ഈസ് യൂസ്ഫുൾ വെൻ അർജൻറ്റ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ. അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഡിസിഷനാണ് ഇത്. ഡയറക്ഷൻസ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ എംപ്ലോയീസ് ടു ഫോളോ ദ ലീഡേഴ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് അച്ചീവ് ദ സെറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ മാനർ. ഈ ലീഡർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മാത്രമേ ഒരു സബോർഡിനേറ്റിൻ്റെ ചുമതലയുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രോപ്പർ മാനറിൽ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോക്രാറ്റിക് ഡിസിഷൻ ഡു നോട്ട് വാല്യൂ ടീം മെമ്പേഴ്സ് സജഷൻസ് അറ്റ് ഓൾ. അതായത് ഒരു ടീം മെമ്പേഴ്സിൻ്റെ സജഷൻസ് ഇവിടെ എടുക്കുന്നില്ല. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ചില അഭിപ്രായങ്ങൾ സബോർഡിനേറ്റ്സിൻ്റെ ആണെങ്കിലും അത് നമുക്ക് ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ആ മാനേജേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ വളരെയധികം ഫലപ്രദമായിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പോൾ അത് ഇവിടെ വർക്കൗട്ട് ആവില്ല. Authoritative nature of autocratic decision make often lead to low employees' moral and motivation. Efficient employees rather contribute their opinion while making strategic decision. Their opinion is not considered. It will create unpleasant employees. അതായത് ചിലപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അവരുടെ അഭിപ്രായങ്ങളൊന്നും കണക്കിലെടുക്കാത്തതോടുകൂടി തന്നെ അവർക്ക്
ഒരു നല്ലൊരു ഡീലിങ്സ് ആയിരിക്കില്ല അവരുടെ ഇതിലുള്ളത്. ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് വൺ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽ. Participative decision making style is the extent to which employees allow or encourage employees to share or participate in organizational decision making. Participative decision making is the management style that involves consulting and involving others in the decision making process. മറ്റുള്ളവരെയും കൂടി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയാണ്, അവരുടെ അഭിപ്രായങ്ങൾക്കും ആ ഒരു വില കൊടുത്തുകൊണ്ടുള്ള രീതി. It can range from seeking input from the few stakeholders to engaging in collective decision making with a large group. It can be applied to various types of decisions such as strategic, operational or ethical. അതായത് എല്ലാവരുമായിട്ടുള്ള കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ടീം മോറൽ. പാർട്ടിസിപ്പേറ്റീവ് മാനേജേഴ്സ് ഗിവ് ദെയർ എവരി ടീം മെമ്പേഴ്സ് എ വോയിസ്. എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു വോയിസ് അല്ലെങ്കിൽ അവർക്കൊരു അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. ബിക്കോസ് ദ എംപ്ലോയീസ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദേ ആർ മോർ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ് വിത്ത് ദെയർ വർക്ക്. അതായത് എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഇതിനൊക്കെ ഉൾപ്പെടുത്തുന്നതോടെ വർക്കുകളും നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നു. Promote collaboration. Employees are provided with the flexibility to work together to reach goal, make plan and help one another to take decision. Collaboration contribute to higher moral as well as improved communication, better team members. അവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇമ്പ്രൂവ് ചെയ്യാനിത് സാധിക്കുന്നു. Uncover creative solution. Since employees are encouraged to collaborate, there is a free flowing exchange of ideas often lead to innovative solution. നല്ലൊരു സൊല്യൂഷൻ എത്തിച്ചേരാനായിട്ട് അവരുടെ ഐഡിയാസ് എല്ലാം വളരെയധികം അവർ പങ്കുവയ്ക്കുന്നതിലൂടെ സഹായിക്കുന്നു. ടീംസ് മോർ വില്ലിംഗ്ലി അക്സെപ്റ്റ് ഡിസിഷൻ. നോയിങ് ദാറ്റ് ഈച്ച് ടീം മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മേക്ക് എംപ്ലോയീസ് ഫീൽ മോർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഫൈനൽ ഔട്ട്കം. എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. ഇംപ്രൂവ് എംപ്ലോയി റിറ്റൻഷൻ. പാർട്ടിസിപ്പേറ്റീവ് മാനേജേഴ്സ് ഫോസ്റ്റർ ആൻ എൻവയോൺമെൻറ്റൽ ദാറ്റ് make people feel genuinely valued. They give employees plenty of development opportunity, showing that there is room for them for growth within the organization and other chances implement their idea. This is significantly contribute to improve employee retention. ഇനി ഇതിൻ്റെ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. Inhibit swift decision making. Participative managers want each team members to weigh it on the situation at hand. Thus, it can lengthen the decision making process. അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കണക്കിലെടുക്കുന്നതിലൂടെ ധാരാളം സമയം അതിന് ചെലവഴിക്കേണ്ടി വരും. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ ഇതിൽ സാധിക്കില്ല. ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. പല ആളുകളുടെ അഭിപ്രായങ്ങൾ വരുന്നതോടുകൂടി അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഡിമിനിഷിംഗ് ക്വാളിറ്റി ഓഫ് എക്സ്പെർട്ടൈസ്. If the managers have a specialist on his team with valuable insight regarding the decision, their knowledge may be down by the opinion of others. They require employees' participation. Participative managers shall only work if employees are willing to engage. Employees may not want to voice their opinion over the variety of reasons. Perhaps they are shy by nature, do not enjoy group discussion, do not have enough knowledge on the subject, or are simply ഡിസെൻഗേജ്. അതായത് ഇങ്ങനത്തെ ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ വർക്കൗട്ട് ആണെങ്കിൽ എല്ലാവരും ഒരേപോലെ അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനും ഒരു മടിയും കൂടാതെ എല്ലാത്തിനും നിൽക്കാനും തയ്യാറാവണം. അല്ലാത്ത പക്ഷം അത് ചില ആൾക്കാർ ഉൾവലിയാനുള്ള സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അവരൊന്നും അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം രേഖപ്പെടുത്താൻ അവർ താല്പര്യപ്പെടില്ല. അങ്ങനെയുള്ള സമയത്തും ഈ ഡിസിഷൻ വർക്കൗട്ട് ആവില്ല. Third one, consultative decision making. Consultation is the process of seeking and providing information and advice, exchanging views and discussing problems in the atmosphere of mutual respect and trust. Consultation എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ളൊരു വിശ്വാസത്തിൽ അവരുടെ വ്യൂസ് അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതിനൊക്കെയാണ് കൺസൾട്ടേഷൻ എന്ന് പറയുക. To be effective, the process must be motivated by the commitment of both sides of the share information, to listen the opinion and observation of the other and work together for solving problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക, പരസ്പര ബഹുമാനത്തോടെ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട്. Sometimes it is necessary to get the point of view of other people ensure to make the right decisions for business. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നോളജ് ആൻഡ് എക്സ്പീരിയൻസ് യൂട്ടിലൈസേഷൻ.
By seeking opinion from various stakeholders, organization can leverage a wide range of knowledge and experience. പല രീതിയിലുള്ള പല ആൾക്കാരുടെ നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതോടുകൂടി തന്നെ അതിനെക്കുറിച്ച് ഏതൊരു പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനെ കുറിച്ച് നല്ലൊരു അറിവും ഇത് നമുക്ക് നേടാൻ സാധിക്കുന്നു. Enhances decision quality. Feedback from various sources help avoid biases and blind spot, leading to better decision quality. പക്ഷാഭേദപരമില്ലാതെ നല്ലൊരു ക്വാളിറ്റി ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കുന്നു. എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ്. എംപ്ലോയീസ് ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആർ മോർ ലൈക്ലി ടു ഫീൽ വാല്യൂഡ് ആൻഡ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദ ഔട്ട്കം. ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ. എൻകറേജിംഗ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ക്യാൻ ലീഡ് ടു ഇന്നോവേറ്റ് സൊല്യൂഷൻ ആൻഡ് ന്യൂ വേ ഓഫ് തിങ്കിങ്. പുതിയ രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഇത് വഴിയൊരുക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഗ്രേറ്റ് വേ ടു ഐഡൻറ്റിഫൈ കീ പീപ്പിൾ ഹു മൈറ്റ് യൂഷ്വലി ടേക്ക് എ ബാക്ക് സീറ്റ് ഡ്യൂറിങ് മീറ്റിംഗ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. ഫീൽ ഇഗ്നോർ. ദ മാനേജേഴ്സ് ഈസ് ബ്രിങ്ങിങ് പീപ്പിൾ ടു കൺസൾട്ട് ഓൺ അപ്കമിംഗ് ഡിസിഷൻ ദാറ്റ് ആർ നീഡ് ടു എസ്റ്റാബ്ലിഷ് ബൗണ്ടറി. People will need to know that while their opinion is valid, the managers will be making the final decision. This can help the team members who feel ignored if the manager decide to go other way. അതായത് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നില്ലാണ്ട് അവർ ഫീൽ ആവും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. പല ആളുകളുടെ അടുത്തുനിന്നും അവർ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളും റെസ്പോൺസും ഒക്കെ തേടുമ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും. പീപ്പിൾ മേ ഫീൽ എക്സ്ക്ലൂഡഡ്. മാനേജേഴ്സ് ഡഡ് നോട്ട് വാണ്ട് ടു ഇൻവോൾവ് ടു മെനി പീപ്പിൾ ഇൻ ദ ഡിസിഷൻ ബിക്കോസ് ദിസ് ക്യാൻ മേക്ക് തിങ്സ് ഹാർഡർ. അത് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷനിലേക്കും ഇടവരുത്തും. It can lead to frustration among the team. Once a decision is made, group may not be happy with what the manager has decided. This can be especially frustrating the people who were brought into consult. If managers decide against the advice but it affects them, they are frustrated. അതായത് മാനേജേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിരായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവർക്ക് അതൊരു അസ്വസ്ഥത വരും. Kills morale of managers. When a manager is questioned by the group for a bad or controversial decision, it is easy to lay blame on the people who give input. This not only kill their morale, but it ultimately make managers look like a weak leader. ഏതെങ്കിലും ഒരു തെറ്റായ തീരുമാനമാണെങ്കിൽ ഇത് ആരാണോ പറഞ്ഞാൽ അവരുടെ നേരെ ബ്ലെയിം ചെയ്യുന്നു. അപ്പോൾ ഒരു ബാഡ് ഇംപ്രഷനായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ല. അതും ആ മാനേജേഴ്സിനെ ഒരു വീക്ക് ലീഡറായിട്ട് കാണാനും സാധ്യതയുണ്ട്.